നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് 4-5 മാസക്കാലമായി കർക്കിടകൻ രാശിയിൽ നീചസ്ഥനായി നിന്ന് പിന്നീട് വക്രിയായി മിഥുനത്തിൽ പോയി വീണ്ടും കർക്കിടകത്തിൽ വന്ന് വളരെയധികം മനുഷ്യരാശിക്കും കൃഷിക്കും വ്യാവസായിക മേഖലയ്ക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി, പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടാക്കിയ ചൊവ്വ സേനാനായകൻ നയിക്കുന്ന ചൊവ്വ തൻ്റെ നീചസ്ഥിതി കഴിഞ്ഞ് ഇതാ ആശ്വാസത്തോടുകൂടി തന്നെ സുഹൃക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു മഹാസംഭവം തന്നെ എന്ന് പറയുന്നു. ഒരു ഗ്രഹം നീചസ്ഥിതി കഴിഞ്ഞ് തൻ്റെ സ്വന്തം ക്ഷേത്രമല്ല സുഹൃക്ഷേത്രത്തിലേക്ക് വരികയാണ്. ഈ സുഹൃക്ഷേത്രത്തിൽ നിൽക്കുന്ന ചൊവ്വ എന്തെല്ലാം ശുഭാശുഭ ഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും ഉണ്ടാക്കും എന്നാണ് നമ്മുടെ ചർച്ചാ വിഷയം. ചൊവ്വ ഭരിക്കുന്ന നക്ഷത്രങ്ങളുണ്ട്. മകേരം, ചിത്ര, അവിട്ടം. ഈ 3 നക്ഷത്രങ്ങളുടെയും രക്ഷാപുരുഷനാണ് ചൊവ്വ. നിങ്ങൾക്ക് പലപ്പോഴും കാണാം ഈ മകേരം നക്ഷത്രം അവസാനത്തെ 30 നാഴിക വരുന്ന മിഥുനൻ രാശിക്കാർ അത് പുരുഷരാശിയാണ്, ഭയങ്കര പൗരുഷം കൂടുതലായിരിക്കും. നേരെ മറിച്ച് മകേരം ഇടവൻ രാശിക്കാർ വളരെയധികം ജീവിതത്തിൽ കോംപ്രമൈസൊക്കെ ചെയ്യും, പ്രത്യേകിച്ച് സ്ത്രീകൾ പുരുഷരായാലും. അപ്രകാരം ചിത്ര നക്ഷത്രം കന്നിരാശി ഫെമിനൈൻ സൈനാണ്, സ്ത്രീ രാശിയാണ്, വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. മറിച്ച് തുലാൻ രാശിക്കാർ വളരെയധികം പിടിവാശിക്കാരും ഒക്കെയായിരിക്കും, പക്ഷേ വ്യാപാരത്തിൽ വളരെ സമർത്ഥരായിരിക്കും. അപ്രകാരം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന മകരൻ രാശി അത് പുരുഷനായാലും സ്ത്രീ ആയാലും സൗമ്യമായ സ്വഭാവത്തിലുള്ള ഉടമസ്ഥരായിരിക്കും. കുംഭൻ രാശി അവസാനത്തെ 30 നാഴിക അവർ വളരെയധികം ശക്തരായിരിക്കാം, സ്വകാര്യത കാത്തു സൂക്ഷിക്കും, വളരെയധികം എടുത്തു ചാട്ടക്കാർ ആയിരിക്കും. അതിനാൽ ഒരു ഗ്രഹം നിൽക്കുന്ന ഭാവങ്ങൾ, പ്രത്യേകിച്ച് ചൊവ്വയുടെ മകേരം, ചിത്ര, അവിട്ടം ഈ നക്ഷത്രങ്ങളൊക്കെ തന്നെ അതിൻ്റെ പകുതി ഭാഗം സ്ത്രീരാശിയിലും മറ്റ് പകുതി ഭാഗം പുരുഷരാശിയിൽ നിൽക്കുന്നു. അതിൻ്റേതായ സ്വഭാവ സാജാത്യങ്ങളും വൈജാത്യങ്ങളും നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. ഇവിടെ ചൊവ്വ എപ്പോഴാണ് മാറുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ചൊവ്വ 2025 ജൂൺ മാസം 7-ാം തീയതി പുലർച്ചെയാണ് എവിടെ വരുന്നത്? ചിങ്ങൻ രാശിയിലേക്ക് വരുന്നത്. ആ ചൊവ്വ തന്നെ 51 ദിവസം, അതായത് 2025 ജൂലൈ 28 വരെ എവിടെയുണ്ട്? ചിങ്ങൻ രാശിയിലുണ്ട്, തൻ്റെ സുഹൃക്ഷേത്രത്തിലുണ്ട്. മലയാള മാസം നാം ചിന്തിക്കുകയാണെങ്കിൽ 1200 ഇടവമാസം 24-ാം തീയതി മുതൽ കർക്കിടക മാസം 12-ാം തീയതി വരെ 51 ദിവസം ചൊവ്വ സേനാ നായകൻ ചിങ്ങൻ രാശിയിലേക്ക് നിൽക്കുന്നു. സ്വതവേ ചിങ്ങൻ രാശി അധികാരത്തെ സൂചിപ്പിക്കുന്ന രാശിയാണ്, സൂര്യൻ്റെ മൂലക്ഷേത്രമാണ്. അവിടെ ചൊവ്വ നിൽക്കുമ്പോൾ ആ ചൊവ്വയും തൻ്റെ ബലവും പൗരുഷവും പ്രതാപവും ഒക്കെ തന്നെ പ്രകടിപ്പിക്കും. തനിക്ക് ദുർബലമായൊരു രാശിയിൽ വന്ന ഗ്രഹമാണ് തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. നല്ല ഭക്ഷണം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരം മാനസികമായും ശാരീരികമായും അദ്ദേഹം തൻ്റെ ശരീരമൊക്കെ പോഷിപ്പിക്കേണ്ടുന്ന ദിവസങ്ങളാകുന്നു 51 ദിവസം. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ മീനം വരെയുള്ള ഈ 51 ദിവസക്കാലം എപ്രകാരം ചൊവ്വ ശുഭാശുഭങ്ങളെ ഫലം ചെയ്യും മേൽപ്പറഞ്ഞ 12 രാശിക്കാരുമെന്ന വിഷയമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മഹാരാജ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അതിനിടയിൽ ഒരു വാക്ക്, നമ്മുടെ ചാനൽ ഇപ്പോൾ 1 വർഷം കൊണ്ട് നമുക്ക് 32 ലക്ഷം വ്യൂവേഴ്സിൻ്റെ മുകളിലായി കഴിഞ്ഞു. 20,000-ഓളം സബ്സ്ക്രൈബേഴ്സായി. 2600-ഓളം വീഡിയോ ഡോക്ടർ മഹാരാജ് നിങ്ങൾക്കായി ചെറുതും വലുതുമായി നിങ്ങൾക്കായി സമർപ്പിച്ചു. ലോകം മുഴുവനും ഡോക്ടർ മഹാരാജ് എന്ന് നമ്മുടെ പ്രേക്ഷകർ വിളിക്കാറുണ്ട്. അത് വളരെയധികം സന്തോഷദായകമാണ്, സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു. നമുക്ക് വിവരമുള്ള വിഷയം അതല്പമായാൽ പ്രയാസങ്ങൾ നേരിടുന്ന വ്യക്തിക്ക് അത് എന്ത് കൊടുക്കുക, പകർന്നു കൊടുക്കുക, വിദ്യ അറിവ് പകർന്നു കൊടുക്കുക എന്ന മഹത്തായ ദൗത്യമാണ് ഡോക്ടർ മഹാരാജ് എന്ന ചാനലിലൂടെ നാം ചെയ്യുന്നത്. മൂലം, പുരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു ധനുരാശി. ഇവിടെ ധനുരാശിക്കാർക്ക് ചാരവശാൽ ഇന്ന് ചൊവ്വ 9-ാം ഭാവത്തിലാണ് വന്നു നിൽക്കുന്നത്. കഴിഞ്ഞ 4-5 മാസക്കാലം ചൊവ്വ നിന്നത് നീചസ്ഥനായി അഷ്ടമഭാവത്തിലായിരുന്നു. പലപ്പോഴും ധനുരാശിക്കാരുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ കാരണമായിരുന്നത് അഷ്ടമത്തിലെ നീചസ്ഥനായ ചൊവ്വയായിരുന്നു. ധനുരാശിക്കാർക്ക് ചൊവ്വ 5-ാം ഭാവം സന്താനപതി, ബുദ്ധിപതി, പ്രതിഭാപതി, കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് ചികഞ്ഞ് പരിശോധിക്കേണ്ടുന്ന ഗ്രഹമായ ചൊവ്വ അങ്ങേയറ്റം ദുർബലമായി 8-ാം ഭാവത്തിലായിരുന്നു.
അസുതോ ധനവർജിത സ്ത്രീഗുണേ, സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുകൾ വരും. അസുത സന്താന വിഷയത്തിൽ അങ്ങേയറ്റം ക്ലേശങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുക. അതൊക്കെ കഴിഞ്ഞു. അതൊരു പഴങ്കഥയായിരിക്കട്ടെ, ഒരു ദുസ്വപ്നമായിരിക്കട്ടെ. ആ ചൊവ്വ നിജസ്സനായ അഷ്ടമത്തിൽ നിന്ന ചൊവ്വ, ആ ചൊവ്വ ഇതാ 9ാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നു. വളരെയധികം ശ്രദ്ധിക്കണം. തനിക്ക് വീറും വാശിയും ദുരഭിമാനവും അനാവശ്യമായ പാപരതിയും പാപചിന്തകളും അങ്ങനെയുള്ള ജനങ്ങളുമായി സംസർഗം കൂടുക മുതലായ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഈ ചൊവ്വ ഉണ്ടാക്കും. എങ്കിലും ധനുരാശിക്കാർക്ക് ചൊവ്വ അതിശക്തമായി 9ാം ഭാവത്തിൽ നിൽക്കുന്നു. പലപ്പോഴും തൻ്റെ പ്രമോഷൻ, ആനുകൂല്യങ്ങൾ, യാത്ര ഇതൊക്കെ സംഭാവ്യമായിരുന്ന ധനുരാശിക്കാർക്ക് അങ്ങനെയുള്ള പല പദവികളും ലഭിക്കും. മിലിറ്ററി, പട്ടാളം, ഫയർഫോഴ്സ്, അപ്രകാരം ഇനി സെക്യൂരിറ്റി സിസ്റ്റം, സെക്യൂരിറ്റി ഫോഴ്സസ്, വലിയ ഉന്നതമായ കുന്നുകളിൽ കയറി ജോലി ചെയ്യുക, ബോർഡർ ഫോഴ്സസ്, ഇങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ ഈ ചൊവ്വ ജോലി മാറ്റം, പ്രമോഷൻ, അതിലൂടെയുള്ള പ്രശസ്തി ഇതൊക്കെ ലഭിക്കുവാനുള്ള അനുകൂലമായ സമയമാകുന്നു. അത്ര ശക്തമാണ് 9ാം ഭാവത്തിലെ ചൊവ്വ. പക്ഷെ 9ലെ ചൊവ്വക്ക് പറഞ്ഞിരിക്കുന്നൊരു ഫലം വരാഹമിഹിര ആചാര്യൻ ധർമ്മേഘവാൻ എന്നാണ്. ഇയാൾ പാപരതിയോടുകൂടിയിരിക്കും, അയാൾ പാപവാസനയോടുകൂടിയിരിക്കും. ഒരു ക്രിമിനൽ മൈൻഡ് അദ്ദേഹത്തിൽ ഉണ്ടാകാം. അതിനാൽ ഈ ചൊവ്വയെ നാം വളരെയധികം ശ്രദ്ധിക്കണം. പല സാഹസികമായ പ്രവർത്തനങ്ങളും താൻ അറിയാതെ എടുത്തു ചാടി അങ്ങനെ വന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, തൻ്റെ ഫാമിലിക്കും തനിക്കും അല്ലെങ്കിൽ സമൂഹത്തിനും. ഒരാവശ്യമില്ലാതെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് ചെന്ന് ചാടുക, മസിൽ പിടിക്കുക, മസിൽ പെരുപ്പിച്ച് കാണിക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് പ്രയാസവും പ്രശ്നവും ഉണ്ടാക്കി അത് തന്നെയും ബാധിക്കുക. ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഈ 9ലെ ചൊവ്വ ഉണ്ടാക്കും. വളരെ ശ്രദ്ധിക്കണം. ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം വളരെ നല്ലതാണ്. മഹോഗ്രമതിർ ഭാഗ്യവിത്തം മഹോഗ്രം. മഹോഗ്രമായ അങ്ങേയറ്റം ഉഗ്രമായ ബുദ്ധി പ്രകടിപ്പിക്കും. ഭാഗ്യയുക്തം മഹോഗ്രം, അങ്ങേയറ്റം ഭാഗ്യം ലഭിക്കും. തപോഭാവകോ മംഗലസ്ഥം കരോതി. 9ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഒരു വ്യക്തിയെ അങ്ങനെ ആക്കി തീർക്കുന്നു. ഭവേന്നാദിമശാലക സോദരോവ. തൻ്റെ സഹോദരങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകളാണ് ഈ ചൊവ്വ ഉണ്ടാക്കുക. കാരണം സഹോദരകാരകനായ ചൊവ്വ 3ാം ഭാവത്തിലേക്ക്, സഹോദര സ്ഥാനത്തേക്ക് നോക്കുന്നു. അത് വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹോദരങ്ങൾക്കുണ്ടാക്കും. ഭാര്യയുടെ ആദ്യ സഹോദരനാണ് ശാലകൻ, തൻ്റെ ആദ്യ സഹോദരൻ. ഇവർക്ക് രണ്ടുപേർക്കും ഈ ചൊവ്വ ബുദ്ധിമുട്ടുണ്ടാകും. കുതോ വിക്രമ തുച്ഛലാഭോ വിഭാഗേ. പലപ്പോഴും ഫലം പഴുത്ത് പാകം പറിക്കുമ്പോൾ പുഴുക്കുത്ത് വരും. പല കാര്യങ്ങളും പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ അനുഭവം കുറയുക എന്നൊരു ഫലമുണ്ട്. കുതോ വിക്രമ, ഇയാൾ വളരെയധികം വിക്രമിയായിരിക്കും, പരാക്രമിയായിരിക്കും. പരാക്രമമായതുകൊണ്ടാണ് പലപ്പോഴും പാപവാസനകളിലും പാപരതികളിലും പോകുക. പലപ്പോഴും ഗുണ്ടകൾക്കും അപ്രകാരം തന്നെ അക്രമകാരികൾക്കും തങ്ങളുടെ അക്രമം അഴിച്ചുവിടാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. അതിനാൽ വലിയ വലിയ കേസുകളിൽ പ്രതികളാവുക മുതലായ ദൂഷ്യഫലങ്ങൾ ഈ ചൊവ്വ അനുഭവിക്കും. നല്ല സെൻസിലെടുക്കുകയാണെങ്കിൽ ഈ ചൊവ്വ വളരെയധികം ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കും. ഈ ചൊവ്വ ഭൂമി ലാഭമുണ്ടാക്കും. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനം ചെയ്യുന്നവർക്ക് ഈ ചൊവ്വ വളരെ നല്ലതാണ്. ഭൂമി ലാഭം, ഭൂമിപരമായ വിഷയങ്ങൾക്ക് ഭൂമി ഡെവലപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ ലഭിക്കുക, കൺസ്ട്രക്ഷൻ വർക്ക്, ധാരാളം ഭൂമി ഡെവലപ്പ് ചെയ്യാനുള്ള കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റുകൾ ലഭിക്കുക, ഇതൊക്കെ ഈ ചൊവ്വ നല്ല നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. ഇവിടെ പ്രാർത്ഥന നിർബന്ധമായും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക. ധനുരാശിക്കാർ തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഭാര്യയുടെ സഹോദരന് വേണ്ടി മൃത്യുഞ്ജയ അർച്ചനയോ മൃത്യുഞ്ജയ ഹോമമോ വഴിപാട് ചെയ്യുന്നത് അവർക്ക് വളരെ ഗുണമായിരിക്കും. ഈ 51 ദിവസക്കാലം എല്ലാ പ്രിയപ്പെട്ട ധനുരാശിക്കാർക്കും ശോഭനമായ 51 ദിവസക്കാലം പക്വതയോടുകൂടി ജീവിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.